ഹരി ഓം. കേരളത്തിൽ ഒട്ടനവധി വിഷ്ണു ക്ഷേത്രങ്ങളും ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളും ഉണ്ട്. ക്ഷേത്രങ്ങളുടെ ഒരു രീതി കൃതായുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും കലിയുഗത്തിലും എന്നതിൽ കൃതായുഗത്തിൽ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. ധർമ്മം പൂർണ്ണമാവുകയും ധർമ്മത്തിൽ അധിഷ്ഠിതമായി മാനവരേവരും ജീവിക്കുകയും ചെയ്തിരുന്ന ഒരു കാലത്തിൻ്റെ അറിയപ്പെടുന്ന ഭാവമാണ് കൃതായുഗം. ത്രേതായുഗത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ അവതാരങ്ങളുടെ ഒരു രീതി വന്നു. കൃതായുഗത്തിൻ്റെ അന്ത്യത്തിലെത്തിയപ്പോൾ മത്സ്യാവതാരവും കൂർമാവതാരവും നരസിംഹാവതാരവും ഇങ്ങനെ 3 അവതാരങ്ങൾ കൃതായുഗത്തിൻ്റെ അന്ത്യത്തോടുകൂടി ഭഗവാൻ എടുക്കേണ്ടി വന്നു. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനം, പരശുരാമം, ശ്രീരാമം, ബലരാമം, ശ്രീകൃഷ്ണ, കൽക്കി എന്ന ദശാവതാര രീതി അനുസരിച്ച് 9 അവതാരങ്ങളും കൃതായുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിൻ്റെ അന്ത്യത്തിലുമായിട്ട് കടന്നുപോയി. അതിൽ ഒരവതാരം മാത്രമേ പറയപ്പെട്ട ദശാവതാരങ്ങളിൽ ഇനി ഭഗവാന് എടുക്കാനുള്ളൂ. അത് കലിയാണ്. കാലത്തിൻ്റെ കർമ്മനിയമത്തെ യോഗരഹസ്യം കൊണ്ട്, ജ്ഞാനം കൊണ്ട്, വെളിച്ചം കൊണ്ട്, വെളിവ് കൊണ്ട് നയിക്കുക. ഇതാണ് കലി. അവിടെ ആയുധം വാളാണ്. വാള് വെളിവിൻ്റെ ട്രാൻസ്ഫോമിക് സിമ്പലാണ്. വാഹനം അശ്വമാണ്. അത് വേഗത്തിൻ്റെ സിമ്പലാണ്. രൂപം മാനവരൂപമാണ്. ഇവിടെ വേഗത്തെ താനെന്ന ഇന്നുകൊണ്ട് കയ്യിലിരിക്കുന്ന ഈ വാള് വെളിവാക്കി മാറ്റി അതിജയിക്കുന്ന യോഗരഹസ്യത്തിൻ്റെ ട്രാൻസ്ഫോമിക് സിമ്പലാണ് കലി അവതാരം. അത് വരാനിരിക്കുന്നേ ഉള്ളൂ. ഇന്നത്തെ രീതിയിൽ മുന്നോട്ടു പോകുന്ന ജനസഞ്ചയം ധർമ്മത്തെക്കുറിച്ച് ഒട്ടും ബോധവും ബോധ്യവുമില്ലാതെ ജീവിക്കുന്നു. അതുകൊണ്ട് അവർക്ക് ഇത് പറഞ്ഞാലും കേട്ടാലും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. വ്യക്തിയുടെ സാമൂഹ്യമായ ജീവിത രീതി അനുസരിച്ച് സമ്പാദിക്കുക, ഭോഗസുഖ അനുഭവങ്ങൾ അനുഭവിച്ച് ജീവിച്ച് മരിക്കുക എന്ന ഒരവസ്ഥയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുണ്യാർജിതരല്ലാതെ പാപികളായിത്തീരുന്നു ഏകദേശം 98% മാനവർ. താൻ സമ്പാദിക്കുന്നതിൻ്റെ നല്ലൊരു ഭാഗം ക്ഷേത്ര സംരക്ഷണത്തിനും ക്ഷേത്ര നിർമ്മാണത്തിനും വിഗ്രഹ നിർമ്മാണത്തിനും ആശ്രമ നിർമ്മാണത്തിനും സംഭാവന ചെയ്ത് പുണ്യമാർജിക്കാൻ മാനവരിൽ നിന്ന് തത്വങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്നവർ ശ്രമിക്കായിക കൊണ്ടോ പറഞ്ഞത് കേട്ടിട്ട് മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടോ മാനവൻ അങ്ങനെയായി തീരുന്നു എന്നതാണ് സത്യം. സമ്പാദിച്ച് അവസാനം
സമ്പാദ്യം മരണത്തിന് കാരണമായി തീരുക. ഒരു സാധാരണ നമ്മളുടെ രീതിയിൽ ഒരു കഥ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒരു വ്യക്തി ദരിദ്രനാണ്, ദരിദ്ര ബ്രാഹ്മണൻ. അദ്ദേഹം രാജാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, രാജൻ, ഞാൻ ദാരിദ്ര്യം അനുഭവിച്ച് ജീവിക്കുകയാണ്. കുടുംബം പലപ്പോഴും പട്ടിണിയിലാണ്. എനിക്ക് ജീവിക്കാനുള്ള അവസ്ഥ അങ്ങ് ഉണ്ടാക്കി തന്നാൽ, അങ്ങാണല്ലോ ഇതിൻ്റെ നാഥൻ. അപ്പം രാജാവ് പറഞ്ഞു, ശരി, നീ ഒരു കാര്യം ചെയ്യും. ഇവിടെ നീ കാണുന്ന ഇവിടെ നിന്ന് നിനക്ക് ഇന്നത്തെ അസ്തമയം വരെ എത്ര സ്ഥലം നടന്നെടുക്കാൻ കഴിയുമോ അത്രയും സ്ഥലം നിനക്ക് സ്വന്തമാക്കാം. നിന്നെ ശ്രദ്ധിക്കാൻ മന്ത്രിമാരും അശ്വസേനകളും കൂടെ ഉണ്ടാവും. ഇദ്ദേഹം ഒരു 9:30 മണിയാവുമ്പോഴാണ് രാജാവിനെ ചെന്ന് കണ്ടത്. അപ്പോൾ രാജാവ് നിർദ്ദേശിച്ചതനുസരിച്ച് ഇദ്ദേഹം കയ്യിലൊരു ചെറിയ വടിയുമായിട്ട് പുറപ്പെട്ടു. മുകളിൽ കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുന്ന സൂര്യഭഗവാൻ, താഴെ സൂര്യൻ്റെ ചൂടിനാൽ ദേഹം പുള്ളി വേദനിച്ച് പാദമൂന്നുന്നവരുടെ പാദം പോലും പൊള്ളിക്കുന്ന അവസ്ഥയിലിരിക്കുന്ന ഭൂമിദേവി. ഇതിലൂടെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രയാണം. ഇദ്ദേഹം ആദ്യം പതുക്കെ നടക്കാൻ തുടങ്ങി. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് മനസ്സിലായി, ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് ആർജിക്കാൻ കഴിയുന്നത് തുലവും വളരെ കുറച്ചാണ്. നടത്തത്തിന് വേഗം കൂട്ടി. അവസാനം ഉച്ചയായി. വെള്ളം കുടിക്കാനുള്ള സമയം പോലും കളയാൻ ഇദ്ദേഹത്തിന് ജീവിതത്തിൽ ഇല്ലാതെയായി. അതുകൊണ്ട് ഒരു 3:30 മണി കഴിഞ്ഞപ്പോൾ പതുക്കെ കുറച്ചുകൂടി സ്പീഡിൽ ഓടാൻ തുടങ്ങി. ഒരു 4:30 മണി കഴിഞ്ഞപ്പോൾ ഓട്ടത്തിന് കുറച്ചുകൂടി വേഗം കൂട്ടി. ഓടി 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 മറയാൻ പോകുന്ന സൂര്യനെ സാക്ഷിയാക്കി സൂര്യനിലേക്ക് നേത്രങ്ങൾ ഊന്നിക്കൊണ്ട് വീണ്ടും പ്രയാണം ആരംഭിച്ചു. അല്പം കൂടി കഴിഞ്ഞപ്പോൾ ഇയാൾ ക്ഷീണിച്ച് കുഴഞ്ഞു വീണ് മരിച്ചുപോയി എന്നാണ് കഥ പറയുന്നത്. കഥയായതുകൊണ്ട് നമുക്ക് ചോദിക്കാനോ ഉത്തരം പറയാനോ കഴിയാത്ത രീതിയാണ്. ഇവിടെ നാം ഇപ്പോൾ പറയാൻ തുടങ്ങുന്നത് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തെക്കുറിച്ചാണ്. ഇപ്പം ക്ഷേത്രങ്ങളിൽ 108 ദുർഗാലയങ്ങളും 108 ശിവാലയങ്ങളും അനേകം വിഷ്ണു ക്ഷേത്രങ്ങളും അനേകം ശിവക്ഷേത്രങ്ങളും അനേകം ദുർഗാക്ഷേത്രങ്ങളും കേരളത്തിൽ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം തൊട്ട് തെക്ക് തിരുവനന്തപുരത്ത് വടക്ക് അനന്ത ക്ഷേത്രം വരെ ഒട്ടനവധി ഈശ്വരീയ ചൈതന്യങ്ങളെ ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് മനുഷ്യർക്ക് ശാന്തിയും സമാധാനവും ഐശ്വര്യത്തിൻ്റെ നിദാനവുമായി പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. കൊച്ചി രാജാക്കന്മാരുടെ പരദേവതാ ക്ഷേത്രമാണ് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രം. 5.5 അടി ഉയരത്തിൽ 5.5 അടി ഉണ്ടാവില്ല, 5 അടി ആ അനന്തൻ്റെ മുകളിൽ കാല് തിരിച്ചു വെച്ച് ഇരിക്കുന്ന ഒരു ഭാവത്തിൽ പഞ്ചലോഹ വിഗ്രഹമാണ് പൂർണ്ണത്രയീശ ഭാവം. ഇവിടെ കേരളത്തിൽ ആദ്യത്തെ കൊടിമരം സ്ഥാപിച്ചത് തൃപ്പൂണിത്തുറയിലാണെന്നാണ് പറയുന്നത്.
ഏറ്റവും ഉയരമുള്ള കൊടിമരവും തൃപ്പൂണിത്തറയിലാണെന്ന് പറയുന്നു. രാജരാജേശ്വര ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഉത്തര മലബാറിലെ തളിപ്പറമ്പിലെ 11 തവണ കൊടിമരം മറഞ്ഞുപോയില്ല. കാലം അനുകൂലമാവുകയും മാനവരിൽ ധർമ്മം നിലനിൽക്കുകയും ധർമാശ മാനവരിൽ ഉദയമെടുക്കുകയും ചെയ്യുന്ന സമയത്ത് കൊടിമരങ്ങൾ ഓരോന്നോരോന്നായി പൊങ്ങി വരും എന്ന് പറയുന്നുണ്ട്. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെയാണ്. അതുകൊണ്ട് ഇന്ന് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ കൊടിമരമില്ല എന്നൊരവസ്ഥ ഒരു കാലത്ത് വന്നിരുന്നു. ഇന്ന് കൊടിമരമുണ്ട്. ഇവിടെ അങ്കുരാദി, ധ്വജാദി, പടഹാദി എന്നീ 3 തരത്തിലുള്ള 8 ദിവസത്തെ ഉത്സവങ്ങളും 1 ദിവസത്തെ ഉത്സവമായിട്ട് പല ഉത്സവങ്ങളും നടക്കുന്നുണ്ട്. ആനക്കോട്ടിലുള്ള ക്ഷേത്രമാണ് മധ്യ കേരളത്തിൻ്റെ പൂർണ്ണത്രയീശ ക്ഷേത്രം. ശ്രീമദ് ഭാഗവതത്തിൽ സന്താനഗോപാലം എന്ന കഥ തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൻ്റെ ഉദ്ഭവത്തിന് കാരണമായി പറയുന്നുണ്ട്. ബ്രാഹ്മണന്റെ മക്കളെ രക്ഷിക്കാൻ അർജുനന് കഴിയാതെ പോവുകയും അഗ്നിയിൽ ചാടി മരിക്കാൻ അർജുനൻ തയ്യാറാവുകയും ചെയ്തപ്പോൾ ഭഗവാൻ കൃഷ്ണൻ വന്ന് കൈ പിടിച്ചു എന്നാണ്. നീ നിന്റെ ശരീരത്തെ പാലിക്കുക, നിന്റെ കീർത്തിയെ ഞാൻ പരിപാലിച്ചു കൊള്ളാം എന്ന ഒരു വ്യവസ്ഥയിൽ ഇവർ നേരെ തേരിലേറി സഞ്ചരിച്ച് വൈകുണ്ഠത്തിലെത്തി ബ്രാഹ്മണന്റെ മക്കളെ മുഴുവൻ തിരിച്ചു കൊടുത്തു എന്നാണ് കഥ. അതാണ് സന്താനഗോപാലം. സന്താനഗോപാലം മന്ത്രങ്ങളും അതേപോലെ തന്നെയാണ്. സന്താനഗോപാല മന്ത്രം കൃത്യമായി ഉപാസിക്കുന്നവർക്ക് സന്താനഭാഗ്യം സാധ്യമാണ് എന്നതാണ്. ഭാര്യയും ഭർത്താവും ഏകദേശം 4-4:30-5 മണിയോടുകൂടി കുളിച്ച് പൂജാമുറിയിലോ ക്ഷേത്രത്തിലോ ചെന്നിരുന്ന് സന്താനഗോപാലം ജപിച്ചാൽ 41 ദിവസത്തെ കൃത്യമായ ഉപാസന കൊണ്ട് സന്താനഭാഗ്യം സിദ്ധിക്കും എന്നാണ് പറയപ്പെടുന്നത്. പൂന്താനം നമ്പൂതിരി തൻ്റെ കുട്ടി മരിച്ചപ്പോൾ ചോറൂണിന് ക്ഷണിച്ച അന്തർജനങ്ങൾ വന്ന് അവരുടെ മേൽവസ്ത്രങ്ങൾ അഴിച്ചിട്ട് കുട്ടിയെ കിടത്തിയതിൻ്റെ മുകളിലായി പോയി എന്നാണ്. അന്ന് ഇന്നത്തതുപോലെ കരണ്ടോ സൗകര്യങ്ങളോ ജനറേറ്ററോ ഉള്ള കാലമല്ലാത്തത് കൊണ്ട് വീടിൻ്റെ മുറിയിൽ ഒരു മൂലയ്ക്ക് കിടത്തിയ കുട്ടിയുടെ ദേഹത്ത് വന്ന അന്തർജനങ്ങൾ മേൽവസ്ത്രങ്ങൾ അഴിച്ചു വെച്ചു എന്നാണ്. കുട്ടി ശ്വാസം മുട്ടി മരിച്ചുപോയി. അപ്പോൾ കുട്ടിയെ മടിയിൽ കിടത്തി ഭഗവാൻ കൃഷ്ണനെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ജപിച്ചതാണ് സന്താനഗോപാലം, രചിച്ചതാണ് സന്താനഗോപാലം എന്നാണ് അതിൻ്റെ ശരിയായ രീതി. ദേവകീ സുത ഗോവിന്ദ വാസുദേവ ജഗത്പദേ ദേഹിമേ തനയം കൃഷ്ണ ത്വാമഹം ശരണങ്കര എന്ന സന്താനഗോപാല മന്ത്രം 108 വീതം 41 ദിവസവും ഉപാസിക്കുന്നവർക്ക് സന്താന പ്രാപ്തി സാധ്യമാണെന്നാണ്. അത് ഭാര്യയും ഭർത്താവും ഒന്നിച്ച് രാവിലെ കുടിച്ച് ശുദ്ധമായി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ സന്താനഗോപാല ക്ഷേത്രം ചൈതന്യമുള്ള ക്ഷേത്രങ്ങളിലോ പോയി ജപിച്ചാൽ സന്താനങ്ങളെ കിട്ടുമെന്നാണ്. അതിൽ 28 ദിവസത്തിൽ 7 ദിവസം സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ പീരിയഡ് സമയമാവുകൊണ്ട് ആ 7 ദിവസം ക്ഷേത്രപ്രവേശനം നിഷിദ്ധമാണ്.
അത് കഴിഞ്ഞ് വീണ്ടും കുളിച്ച് ശുദ്ധമായി 8ാമത്തെ ദിവസം തൊട്ട് വീണ്ടും ക്ഷേത്ര ദർശനം ഭർത്താവോടൊന്നിച്ച് കഴിച്ച് ക്ഷേത്രത്തിലിരുന്ന് സന്താനഗോപാല മന്ത്രം ജപിച്ചാൽ സന്താനഭാഗ്യം സാധ്യമാണ് എന്ന ഒരു രഹസ്യം അതിൻ്റെ കൂടെ കിടപ്പുണ്ട്. ഹരി ഓം.